Hello guys, welcome back to my YouTube channel. നമസ്കാരം, എൻ്റെ പേര് ആദ്ര ലതി പ്രകാശ്. സ്റ്റാർട്ടഡ് ത്രിഫ്റ്റ് സ്റ്റോർ ആൻഡ് ഓൺലൈൻ ത്രിഫ്റ്റ് സ്റ്റോർ. നമ്മുടെ സ്റ്റോറിൻ്റെ പേര് നെക്സ്റ്റ് ലെവൽ എന്നാണ്. ഇതാണ് നമ്മുടെ ലോഗോ. ഞാനും എൻ്റെ ചേച്ചിയും വി ബോത്ത് ആർ ലൈക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു അവർ നെക്സ്റ്റ് ലെവൽ. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തു. ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ച ഡ്രസ്സുകൾ എനിക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് ഡൽഹി. ഐ എം നെവർ ലൈക്ക് റിയലി പ്രകാശ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സില്ലി ഗേൾ. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, അങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നൊക്കെ നമ്മൾ ആളുടെ ഒരു ആവശ്യം ആയിരുന്നു. ഓക്കെ, ത്രിഫ്റ്റ് സ്റ്റോറാണ്. കറണ്ട് പോയി ഗൈസ്. എപ്പോഴും സ്റ്റോക്ക് ഇറക്കുന്ന പോലെയല്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ടൈം പീരീഡ് എടുത്തിട്ട് കുറച്ച് പീസ് വെച്ചിട്ട് ആസ് എൻ അഡ്വൈസ് തരാനുണ്ടെങ്കിലും, ആസ് എ ക്രിട്ടിസൈസ് ആയിട്ടാണെങ്കിലും, ആസ് എ ഗുഡ് തിങ് ആയിട്ടാണെങ്കിലും, ആസ് എ ബ്ലെസ്സിങ്സ് ആയിട്ടാണെങ്കിലും, ഐ ഡു നീഡ് യുവർ ഓൾ ബ്ലെസ്സിങ്സ്. അപ്പം ബ്ലെസ് മീ. ആൻഡ് ഇതൊക്കെ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ക്ലോത്ത്സ് ആണ്. അപ്പോൾ ഡു കമൻറ്റ് ഹൗ ഈസ് മൈ സെലക്ഷൻ. ഷോസ് we started a business. So we started a thrift store, an online thrift store in Instagram. That's the video about. Like actually I'm very nervous. Like nalla tension undu. Like it's my first time. But it's like nervous plus excited plus ഹാപ്പി പ്ലസ് ഫീലിംഗ് സോ ബ്ലെസ്ഡ് ആണിപ്പം. അപ്പം ആക്ച്വലി ഞാനൊരു ചേച്ചിയും കൂട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ദ ടൈറ്റിൽ ഷോസ് വി സ്റ്റാർട്ടഡ് എ ബിസിനസ്. സോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുന്നത്, ഇപ്പോൾ ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയത് 2021 ആൻഡ് ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, പിന്നെ അത് ഹാക്കായി പോയി. പിന്നെ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ് ഇത്. ആൻഡ് ഫോർ ഗോഡ്സ് ഗ്രേസ് ഞാൻ അത് എങ്ങനെയോ ക്ലിക്കായി. ആൻഡ് ഫോളോവേഴ്സ് കൂടി. എനിക്ക് സത്യമായിട്ടും ലൈക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ആ സമയത്ത് കൂടിയത്. കാരണം ഐ വാസ് ജസ്റ്റ് ഡൂയിങ് ദാറ്റ് ഫോർ ലൈക്ക് ഫോർ ഫൺ. ആൻഡ് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. ആൻഡ് സഡൻലി ഇറ്റ് ഗോട്ട് ക്ലിക്ക്ഡ് ആൻഡ് എനിക്ക് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങി. ആൻഡ് അതിനുശേഷം ഞാൻ ഡൽഹി പോയി. എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടു. അപ്പോഴാണ് ഡൽഹി പോയപ്പോഴാണ് ഞാൻ ഇതിനും കൂടി ഇതിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്, ലൈക്ക് ഫോർ ലൈക്ക് റിയൽ. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ലൈക്ക് നല്ലോണം കണ്ടൻറ്റൊക്കെ ഇടാൻ തുടങ്ങി. ആൻഡ് ദെൻ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 5 to 6 years. ആൻഡ് ഞാൻ ഇതുവരെ എന്നെ പ്രോപ്പറായിട്ട് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ലൈക്ക് ഞാൻ കണ്ടൻറ് ഇടും, ഡാൻസ് വീഡിയോ ഇടും, വ്ളോഗ്സ് ഇടും, ബട്ട് ഐ ആം നെവർ ലൈക്ക് റിയലി ഇൻട്രൊഡ്യൂസ് ഞാൻ ചെയ്തിട്ടില്ല എന്നെക്കുറിച്ചൊന്നും. അപ്പോൾ പക്ഷെ എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ എന്നെക്കുറിച്ച് അങ്ങനെ ഒന്നും ഇരുന്ന് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇപ്പോൾ വിചാരിച്ചു എന്തായാലും അബൌട്ട് 2K ആവാറായി യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു. ആൻഡ് അബൌട്ട് 88K ആവാറായി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ്. അപ്പം ടു മച്ച് പീപ്പിൾ അറൗണ്ട് മീ. ആൻഡ് നിങ്ങൾക്കൊന്നും ഞാൻ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ തന്നില്ല എന്ന് പറഞ്ഞാൽ നൗ ഇറ്റ്സ് ദ ടൈം. അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എന്നെ. നമസ്കാരം, എൻ്റെ പേര് ആദ്ര ലതി പ്രകാശ്. ഇപ്പം കറൻ്റ്ലി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. 3rd year സ്റ്റുഡൻ്റ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ഇംഗ്ലീഷ് ആണ് വിഷയം. ആൻഡ് ഐ എം 21 years old. 21 years old. അപ്പം എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയാണ് എൻ്റെ നാട്. വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, അമ്മാമ്മയുണ്ട്. അങ്ങനെയാണ് ഫാമിലിയുടെ ഒരു കാര്യം. പിന്നെ അത്രേ ഉള്ളൂ. അതാണ് ഇപ്പം എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. എൻ്റെ ഹോബീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ ഡാൻസ് കളിക്കും, പാട്ട് പാടും, പടം വരയ്ക്കും, കുറച്ചൊക്കെ എഴുതും, ഭയങ്കര കുറച്ചായിട്ടൊക്കെ. പിന്നെ അതാണ് എൻ്റെ ഹോബീസ്. പിന്നെ ഞാൻ വായിക്കും, അങ്ങനെയൊക്കെ. വായന ഭയങ്കര കുറവാണ്, എന്നാലും ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹോബിയാണ്. പിന്നെ എനിക്ക് കുറേ ഹോബീസ് ഉണ്ട് വേറെ.
ആയിട്ട്. പിന്നെ എനിക്ക് റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ദോശയാണ്. അങ്ങനെ അപ്പം അതാണ് ആതിര ലതി പ്രകാശ്. ആതിര ലതി പ്രകാശ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും a silly girl. Like I was like in my childhood. അപ്പോൾ നമ്മുടെ സെൽഫ് ഇൻട്രോ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം, അബൌട്ട് ദ സ്റ്റോറി. അപ്പം സോ ബേസിക്കലി ഞാനും എൻ്റെ ചേച്ചിയും കൂട്ടാണ് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പം ചേച്ചിയുടെ കൂടി ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഇത്. ബട്ട് ഷീ ഈസ് എ ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ്, ലൈക്ക് ഷീ ഈസ് വർക്കിംഗ് ഇൻ രാജഗിരി ഹോസ്പിറ്റൽ. ഹർ നെയിം ഇസ് ഐശ്വര്യ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു. ഹർ നെയിം ഇസ് ഐശ്വര്യ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഭയങ്കര ബിസി പേഴ്സൺ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാം. ചേച്ചിയുടെ സൈഡിൽ നിന്നും കൂടി ഞാൻ പറയാം. സ്റ്റോർ തുടങ്ങി. ഓക്കെ, ഇതൊരു ഓൺലൈൻ ത്രിഫ്റ്റ് സ്റ്റോറാണ്. നമ്മൾ ആകെ ഒരു 13 പീസേ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ത്രിഫ്റ്റ് സ്റ്റോറാണ്. കറണ്ട് പോയി ഗൈസ്. അപ്പം നമ്മൾ അമ്മേനെ കൊണ്ട് ലൈറ്റ് എടുപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആസ് കറണ്ട് വരാൻ ഒരു ചാൻസും ഇല്ല അതുകൊണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. എന്താണ് നമ്മുടെ സ്റ്റോർ? നമ്മുടെ സ്റ്റോർ ഒരു ഓൺലൈൻ ത്രിഫ്റ്റ് സ്റ്റോറാണ്. ആകെ 13 പീസേ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആസ് വി നോ ദാറ്റ് നമുക്ക് എനിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ബിസിനസ് ചെയ്ത് അത്രയ്ക്കും പരിചയമൊന്നുമില്ല. ആൻഡ് വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ്, നോ വി ആർ ജസ്റ്റ് ബേബീസ്. അപ്പോൾ നമ്മൾ കുഞ്ഞിതായിട്ട് തുടങ്ങിയിട്ട് കുഞ്ഞിതായിട്ട് പഠിച്ചിട്ട് പിന്നെ നമുക്ക് ബിഗ് ആക്കിയിട്ട് പോകാം. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഭയങ്കര കുഞ്ഞാക്കിയിട്ട് തുടങ്ങിയതാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ സ്റ്റോറിൻ്റെ പേര് നെക്സ്റ്റ് ലെവൽ എന്നാണ്. ഇതാണ് നമ്മുടെ ലോഗോ വരുന്നത്. ആൻഡ് എന്തുകൊണ്ട് നെക്സ്റ്റ് ലെവൽ എന്നുള്ള പേര് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ഞാനും എൻ്റെ ചേച്ചിയും വി ബോത്ത് ആർ ലൈക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു അവർ നെക്സ്റ്റ് ലെവൽ. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ നെക്സ്റ്റ് ലെവൽ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് ആസ് എ നെക്സ്റ്റ് ലെവൽ, അങ്ങനെ നമ്മൾ പിന്നെ നെക്സ്റ്റ് ലെവൽ എന്ന് പേരിട്ടു. ഓക്കെ, ഇനി വൈ ഓൺലൈൻ ത്രിഫ്റ്റ് സ്റ്റോർ? എന്തുകൊണ്ടാണ് നമ്മൾ ഓൺലൈനായിട്ടൊരു ത്രിഫ്റ്റ് ക്ലോത്തിങ് സ്റ്റോറ് തുടങ്ങാമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞിലെ തൊട്ട് ഞാനും ചേച്ചിയും ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ്. നല്ല ഫാഷനായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാം. ലൈക്ക് ഇപ്പം നമ്മൾ റിയാലിറ്റി ഷോസ് കുറേ കാണുമായിരുന്നു. റോഡീസ്, സ്പ്ലിറ്റ്സ് വില്ല, അങ്ങനത്തെ റിയാലിറ്റി ഷോസൊക്കെ കാണുമായിരുന്നു. അങ്ങനത്തെയൊക്കെ റിയാലിറ്റി ഷോ കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, അങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും അന്ന് കിട്ടാനുണ്ടായിരുന്നില്ല. 2 അതിനൊക്കെ ഭയങ്കര, ഇപ്പം ഉണ്ടെങ്കിൽ കൂടി ഭയങ്കര പ്രൈസാണ് അതിനൊക്കെ. അപ്പം അതുകൊണ്ടാണ് ലൈക്ക് വൺ ഓഫ് ദ റീസൺ എനിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു റീസൺ, ലൈക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് ക്ലോത്ത്സ് കിട്ടും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഡൽഹി കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ച ഡ്രസ്സുകൾ എനിക്ക് അഫോർഡബിളായിട്ട് കിട്ടുന്നൊരു പ്ലേസാണ് ഡൽഹി. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീംസൊക്കെ ഡൽഹിയിൽ ചെന്നിട്ടാണ് ഇന്ന ഡ്രസ്സ് ഇടണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഡൽഹിയിൽ ചെന്നിട്ടാണ് നടന്നത്. കാരണം അവിടെ ക്ലോത്ത്സ് ഭയങ്കര അഫോർഡബിളാണ്. ലൈക്ക് ക്ലോത്ത്സ് ഭയങ്കര അഫോർഡബിളായിട്ട് കിട്ടും. അപ്പം എനിക്കും ചേച്ചിക്കും തോന്നി, ലൈക്ക് എന്നെ പോലെ അല്ലെങ്കിൽ ചേച്ചിനെ പോലെ ഞങ്ങളെപ്പോലെ ആരെങ്കിലും അതേപോലെ നല്ല ഡ്രസ്സ് ഇടണം, പക്ഷെ ഇവിടെ അത്രയ്ക്ക് അഫോർഡബിളായിട്ട് കിട്ടുന്നില്ല എവിടെ നിന്നും എന്നൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ. അതുകൊണ്ടാണ് ലൈക്ക് ഞങ്ങൾക്കിത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് നല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്സ് ഇടണം എന്നുള്ളത്, ആൻഡ് അത് അഫോർഡബിളായിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പം അത് ഞങ്ങളുടെ ഒരു ആവശ്യം ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും ആണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ ആവശ്യം ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പേജ് തുടങ്ങിയത്. ഇത് നമ്മുടെ ആ ഒരു ഇമോഷൻ കൊണ്ടാണ് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഹൈൻഡ് സ്റ്റോറി, ലൈക്ക് വൈ ക്ലോത്തിങ് സ്റ്റോർ, ക്ലോത്തിങ് ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ലൈക്ക് ഫ്രം ചൈൽഡ്ഹുഡ് ഞങ്ങൾക്ക് അത് എന്താ പറയുക, അഫോർഡബിളായിട്ട് എവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനത്തെ നല്ല ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സുകളൊന്നും നമുക്ക് അത്രയ്ക്ക് അഫോർഡബിളായിട്ട് ഇവിടെ കിട്ടിയില്ല. അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതേപോലെയുള്ള ആൾക്കാർക്ക് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹെൽപ്പിങ്. അപ്പം അന്ന് ഞങ്ങൾക്ക് ഉണ്ടായ പോലെ ഇപ്പോഴും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞങ്ങൾക്കും പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു തിങ് ആയതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലോത്ത് ത്രിഫ്റ്റ് സ്റ്റോർ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ 13 പീസസാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം ആ 13 പീസസ് കാണിച്ചു തരാം. ഓക്കെ,
ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത ക്ലോത്ത്സ് ആണ്. അപ്പോൾ ഡു കമൻറ്റ് ഹൗ ഈസ് മൈ സെലക്ഷൻ. ഓക്കെ, വൺസ് അഗെയിൻ അബൌട്ട് ദ സ്റ്റോർ. നമ്മളുടെ ഓൺലൈൻ ത്രിഫ്റ്റ് സ്റ്റോറിൻ്റെ പേര് നെക്സ്റ്റ് ലെവൽ ബൈ ആദി ആൻഡ് ഐഷ് എന്നാണ് അതിൻ്റെ ഐഡി വരുന്നത്. ആൻഡ് ഇതൊരു ത്രിഫ്റ്റ് സ്റ്റോറാണ്. ആൻഡ് നമ്മൾ ആസ് വി ആർ സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഇറക്കുന്നുള്ളൂ. ആൻഡ് ഇഫ് അത് സെല് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആദ്യ പ്രൊഡക്ട്സ് എടുക്കും. ആൻഡ് അത് പിന്നെ സെല് ചെയ്ത് പോവുകയാണെങ്കിൽ ആദ്യ പ്രൊഡക്ട്സ് എടുക്കും. ലൈക്ക് നമുക്കറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണിത് വർക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ പഠിക്കാനും ആൻഡ് ഇഫ് ഇത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നമ്മൾ കുറേ പ്രൊഡക്റ്റ് എടുക്കും. ആൻഡ് ദെൻ അത് സെൽ ഔട്ട് ആവുകയാണെങ്കിൽ നമ്മൾ കുറേ പ്രൊഡക്റ്റ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഓരോ വട്ടവും പ്രൊഡക്റ്റ് ലോഞ്ച് ആകുമ്പം നമ്മൾ നമ്മുടെ ഇൻസ്റ്റ വഴിയും അതേപോലെ നമ്മുടെ വാട്സപ്പ് ചാനൽ വഴിയും ഒക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇടും പുതിയ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് അങ്ങനെ നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ഇറക്കുന്ന പോലെയല്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ടൈം പീരീഡ് എടുത്തിട്ട് കുറച്ച് പീസ് വെച്ചിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്ലാനാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത്. വർക്കൗട്ട് ആവുകയാണെങ്കിൽ നല്ലപോലെ സെയിൽസ് നല്ലപോലെ ക്വിക്കായിട്ട് സെയിൽസ് നടക്കുകയാണ്, ആവശ്യക്കാർ വരാണെങ്കിൽ നമ്മളത് സ്പീഡപ്പ് ചെയ്യും. ലൈക്ക് ഇൻ ഫ്യൂച്ചർ നമ്മളത് സ്പീഡപ്പ് ചെയ്യാൻ നോക്കും. 3 പീസസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഡു ചെക്ക് ഔട്ട് ദ പേജ്, ഡു ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് ഡു കമൻറ്റ്. എങ്ങനെയാണ് പീസസ് ഗുഡ് ആണോ അല്ല, എനിക്കെന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കണോ, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈക്ക് ആസ് ആൻ അഡ്വൈസ് തരാനുണ്ടെങ്കിലും, ആസ് എ ക്രിട്ടിസൈസ് ആയിട്ടാണെങ്കിലും, ആസ് എ ഗുഡ് തിങ് ആയിട്ടാണെങ്കിലും, ആസ് എ ബ്ലെസ്സിങ്സ് ആയിട്ടാണെങ്കിലും ഡു കമൻറ്റ് അല്ലെങ്കിൽ എനിക്ക് DM-ൽ മെസ്സേജ് അയക്കണം. ഓക്കെ, ഐ ഡു നീഡ് യുവർ ഓൾ ബ്ലെസ്സിങ്സ്. അപ്പം ബ്ലെസ് മീ, stay connected, and yeah, check out the page. So yeah, I am a business woman now. Okay, bye friends.